ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇത്രയും കാലം ബലേനോയുടെ സെക്കൻഡ് ജനറേഷൻ മോഡൽ, അതായത് നമ്മുടെ ആദ്യം വന്ന സെഡാൻ അല്ലാതെ ഈ പുതിയ ഹാച്ച് ബാക്ക് ബലേനോ ഇറങ്ങിയ കാലം തൊട്ട് എല്ലാവരും പറയുന്നതാണ് പപ്പട വണ്ടി അല്ലെങ്കിൽ ടിൻ ക്യാൻ ബലേനോ എന്ന് പറഞ്ഞ പപ്പടം. എല്ലാവരും ബലേനോ പപ്പടമായിട്ടാണ് നമ്മുടെ മലയാളികൾ അസോസിയേറ്റ് ചെയ്യുന്നത്. പുറത്തൊക്കെ ആണെങ്കിൽ ടിൻ ക്യാൻ അല്ലെങ്കിൽ ആ ഒരു പുറത്ത് മീൻസ് നോർത്ത് ഇന്ത്യ അല്ല, ഒരു ഇന്ത്യയിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല, ടിൻക ഡബ്ബ എന്നൊക്കെ പറയാറുണ്ട്. എനിവേ, എന്തായാലും അതിലൊരു തീരുമാനമായിരിക്കുകയാണ്. ഈ അടുത്ത് നമ്മുടെ ഭാരത് എൻ ക്യാപ്പ് ബലേനോ എടുത്തൊന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു. ഭാരത് എൻ ക്യാപ്പ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ബലേനോ ടെസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ അവർ ലീക്കാക്കിയിട്ടുണ്ടായിരുന്നു. അവരല്ല, അത് ലീക്കായി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് റിസൾട്ട് ഏതായാലും പുറത്ത് വന്നിരിക്കുന്നത്. രണ്ട് വണ്ടികൾ അവർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് 2 എയർ ബാഗുള്ള മോഡലും പിന്നെ ഒന്ന് 6 എയർ ബാഗുള്ള മോഡലും. നമുക്കറിയാം ഇത്രയും കാലമായിട്ട് ബലേനോയിൽ സുസുക്കി 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആക്കിയിട്ടില്ല. ZT-യിലും ആൽഫയിലും മാത്രമാണ് 6 എയർ ബാഗ് കിട്ടുന്നത്. പക്ഷേ അത് അധികം വൈകാതെ തന്നെ സ്റ്റാൻഡേർഡ് ആവേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ 6 എയർ ബാഗുള്ള മോഡലിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം അവർ ഈവൻ ഓൾട്ടോ കേട്ടൻ, ഇക്കോ, പിന്നെ അങ്ങനത്തെ അരീനയിലുള്ള ഒട്ടുമിക്ക എല്ലാ വണ്ടികളും 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആക്കി. വാഗണാർ ആയാലും എക്സ്പ്രസോ ആയാലും എല്ലാ വണ്ടികളും. സോ നെക്സ്റ്റ് ആണ് ഇനിയിപ്പോൾ ബാക്കിയുള്ളത്. അത് അവർ വൈകാതെ തന്നെ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പം നമ്മൾ 2 എയർ ബാഗ്സുള്ള മോഡലായാലും ഡിസ്കസ് ചെയ്യേണ്ടി വരില്ല. പിന്നെ 2 എയർ ബാഗ്സുള്ള മോഡലിലെയും റേറ്റിംഗിലും വ്യത്യാസമൊന്നുമില്ല. 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് തന്നെയാണ് എഡൽസിനും, 3 സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ് അതിന് ചൈൽഡ് സേഫ്റ്റിക്കും ലഭിച്ചിരിക്കുന്നത്. എനിവേ, നമുക്കതിൻ്റെ ഒരു ഡീപ്പ് ഡൗൺ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് നോക്കാം. അതായത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പോയിന്റ്സ് പോകുന്നത്, സ്പ്ലിറ്റ് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇത് ഭാരത് എൻ ക്യാപ്പാണ്. ഇപ്പോൾ ഗ്ലോബൽ എൻ ക്യാപ്പ് നമ്മുടെ ഇന്ത്യൻ വണ്ടികളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന പരിപാടി ഏകദേശം നിർത്തിയിട്ടുണ്ട്. ഭാരത് എൻ ക്യാപ്പിലേക്ക് നമുക്ക് വരാം. ആദ്യം തന്നെ ഇതിൻ്റെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഇമ്പാക്ട് ടെസ്റ്റ്, അതായത് നമ്മുടെ അഡൽട്ട് ഒക്യുപ്പേഷനിൽ ഫ്രണ്ട് ഓഫ്സെറ്റ് ബാരിയർ ടെസ്റ്റിൽ 11.54 ആണ് ഇതിന് ഔട്ട് ഓഫ് 16 കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡ് മൂവബിൾ ഡിഫോമബിൾ ബാരിയർ ടെസ്റ്റിൽ 14.99 ആണ് ഔട്ട് ഓഫ് 16 കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ സ്കോർ നോക്കുകയാണെങ്കിൽ 32-ൽ 26.52 ആണ് ഇതിന് വന്നിരിക്കുന്നത്. ഡീസൻ്റ് ആയിട്ടുള്ള സ്കോറാണ്. അതുകൊണ്ട് തന്നെയാണ് 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആയത്. പിന്നെ ഇതിൻ്റെ മൊത്തത്തിലുള്ള ആൾക്കാരുടെ ഒരു പ്രൊട്ടക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ 6 എയർ ബാഗ്സുള്ള മോഡൽ ആയതുകൊണ്ട് തന്നെ സൈഡ് പ്രൊട്ടക്ഷൻ വലിയ കുഴപ്പമില്ല. ഇപ്പോൾ സൈഡ് മൂവബിൾ ബാരിയർ ടെസ്റ്റിൽ ചെസ്റ്റിൻ്റെ പോർഷൻ അഡിക്വേറ്റ് മാത്രമാണ്. പക്ഷേ പോൾ ടെസ്റ്റിലെല്ലാം പച്ചയാണ്. അതിൻ്റെ റീസൺ പോൾ ടെസ്റ്റ് 29 km/h സ്പീഡിലും ബാരിയർ ടെസ്റ്റ് 50 km/h സ്പീഡിലുമാണ് ചെയ്യുന്നത്. ഫ്രണ്ട് ഇമ്പാക്ട് ടെസ്റ്റ് 64 km/hലാണ് ചെയ്യുന്നത്. അതിൻ്റെ ഡമ്മീസിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിലും ഹെഡ് ഏരിയ ഗുഡ് ആണ്. പക്ഷേ ബാക്കി സ്ഥലങ്ങളിൽ ഇപ്പോൾ ഡ്രൈവറിൻ്റെ സൈഡ് ചെസ്റ്റ് പോർഷനും ലെഗിൻ്റെ പോർഷനൊക്കെ മാർജിനൽ പ്രൊട്ടക്ഷൻ, കോ പാസഞ്ചർ ആണെങ്കിൽ എല്ലാം ഒരു അഡിക്വേറ്റ് പ്രൊട്ടക്ഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. താഴത്തെ പോർഷനും അഡിക്വേറ്റ് ആണ് ഡ്രൈവർ സൈഡിൻ്റെ, അതായത് കാലിൻ്റെ ഏറ്റവും എൻഡിലത്തെ പോർഷൻ. ഇനി ചൈൽഡ് സേഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഔട്ട് ഓഫ് 49-ൽ 34.81 ആണ് ഈ വാഹനത്തിന് കിട്ടിയിരിക്കുന്ന പോയിന്റ്സ്. അതിൽ തന്നെ 3 പോയിന്റ്സ് ആണ് വരുന്നത്. ഒന്ന് ഡൈനാമിക് സ്കോർ, പിന്നെ വരുന്ന CRS ഇൻസ്റ്റലേഷൻ, അതുപോലെ പിന്നെ വെഹിക്കിൾ അസസ്മെന്റ് സ്കോറാണുള്ളത്. അതിൻ്റെ അത് ഡൈനാമിക് സ്കോർ 24-ൽ 16.81 ആണ് വന്നിരിക്കുന്നത്. CRS ഇൻസ്റ്റലേഷന്, അതായത് ചൈൽഡ് റെസ്ട്രെയിൻ സിസ്റ്റം ആണത്, അതിന് 12 ഔട്ട് ഓഫ് 12 കിട്ടിയിട്ടുണ്ട്. ഇനി വെഹിക്കിൾ അസസ്മെന്റ് സ്കോർ 13-ലാകെ 6 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോഴാണ് 49-ൽ ഇതിന് 34.81 പോയിന്റ്സ് കിട്ടിയിരിക്കുന്നത്. അത് ഇത്തിരി കുറവാണെന്നുള്ള നമുക്ക് സ്കോർ ബോർഡ് കാണുമ്പോൾ തന്നെ കാണും, പ്രത്യേകിച്ച് ഡൈനാമിക് ടെസ്റ്റിങ്ങിലും അതുപോലെ വെഹിക്കിൾ അസസ്മെന്റിലും. അതുകൊണ്ട് തന്നെ 3 സ്റ്റാർ റേറ്റിംഗ് മാത്രമേ വാഹനത്തിന് ചൈൽഡ് സേഫ്റ്റിയിൽ കിട്ടിയിട്ടുള്ളൂ. അതാണ് ഈ വാഹനത്തിൻ്റെ സേഫ്റ്റി റേറ്റിംഗിൻ്റെ എക്സ്പ്ലനേഷൻ. പിന്നെ ഭാരത് എൻ ക്യാപ്പിൻ്റെ കേസ് നമുക്കറിയാം, അവർ ഒട്ടുമിക്ക ഏത് വണ്ടി ടെസ്റ്റ് ചെയ്താലും ഇപ്പോൾ 5 സ്റ്റാർ തന്നെയാണ് കൊടുക്കാറുള്ളത്. ഈ അടുത്ത് ടെസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ബസാൾട്ട് ഒഴികെ ബാക്കി എല്ലാ വണ്ടിയും 5 സ്റ്റാർ ആയിരുന്നു. ഇപ്പോൾ 4 സ്റ്റാർ കിട്ടിയിരിക്കുന്ന ഈ അടുത്തുള്ള ഒരു വാഹനം ബലേനോ ആണ്, ബാക്കിയെല്ലാം 5 സ്റ്റാർ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ഭാരത് എൻ ക്യാപ്പിൻ്റെ ക്രെഡിബിലിറ്റിയെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഭാരത് എൻ ക്യാപ്പ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമായതുകൊണ്ട് കാർ മാനുഫാക്ചറേഴ്സ് എല്ലാം ഡയറക്റ്റ്ലി അവർക്ക് വണ്ടികൾ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും ഒരു റീസൺ ആയിരിക്കാം. കാരണം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള കൺഫിഗറേഷനിൽ ടോപ്പ് ആൻഡ് ബേസ് മോഡൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കമ്പനികൾക്ക് അയച്ചു കൊടുക്കാം. ഗ്ലോബൽ എൻ ക്യാപ്പ് പക്ഷെ അങ്ങനെയല്ലാതെ അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിൽ വണ്ടികൾ പർച്ചേസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയും പല പല വ്യത്യസ്തമായിട്ടുള്ള സ്കോറുകൾ നമുക്ക് കിട്ടാറുണ്ട്. അവർ പക്ഷേ ഈ സ്പോൺസർ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്, അത് വേറെ കാര്യം. അതിനൊക്കെ അത്യാവശ്യം സ്കോർ കിട്ടാറുണ്ട്. ടാറ്റയൊക്കെ മിക്കവാറൊക്കെ സ്പോൺസർ ടെസ്റ്റാണ് ചെയ്യുന്നത്. എനിവേ, ബലേനോയുടെ കേസ് അതാണ്. ഇനിയിപ്പം ബാക്കി വരുന്ന ഒരു വണ്ടിയും കൂടെ ഉണ്ട്. ഇതിപ്പോൾ ഇവർ എന്തിനാണ് എടുത്ത് ടെസ്റ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. കാരണം ഓൾറെഡി ഗ്ലോബൽ എൻ ക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ളൊരു വണ്ടിയാണത്. അത് അഡൽട്ട് സേഫ്റ്റിക്ക് 5 സ്റ്റാർ, അതുപോലെ ചൈൽഡ് സേഫ്റ്റിക്ക് 4 സ്റ്റാർ അങ്ങനെയായിരുന്നു കിട്ടിയത്. മറ്റൊന്നുമല്ല, നമ്മുടെ പുതിയ ഡിസയർ തന്നെയാണ്. ഇതിപ്പോൾ പുതിയ ജനറേഷൻ, അതായത് 4th ജനറേഷൻ മോഡൽ ഒന്നാണ് അവർ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് അഡൽട്ട് സേഫ്റ്റിയിലും ചൈൽഡ് സേഫ്റ്റിയിലും 5 സ്റ്റാർ റേറ്റിംഗ് ആണ് ഇതിൻ്റെ അകത്ത് കിട്ടിയിരിക്കുന്നത്, ഭാരത് എൻ ക്യാപ്പിൽ കിട്ടിയിരിക്കുന്നത്. ഗ്ലോബൽ എൻ ക്യാപ്പിൽ പക്ഷേ ചൈൽഡ് സേഫ്റ്റിയിൽ 4 സ്റ്റാർ ആയിരുന്നു, അത് ഇവിടെ വന്നപ്പോഴേക്കും 5 ആയിട്ടുണ്ട്. എനിവേ, ചിലപ്പോൾ അവർക്ക് ഒന്നുകൂടെ കൊടുത്ത് ഇവിടെയും കൂടെ ടെസ്റ്റ് ചെയ്യാൻ തോന്നിക്കാണായിരിക്കും. മറ്റത്തിപ്പോൾ ഗ്ലോബൽ എൻ ക്യാപ്പ് നമ്മുടെ ഇന്ത്യൻ വണ്ടിയിൽ ടെസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. ഈ ഭാരത് എൻ ക്യാപ്പ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഗ്ലോബൽ എൻ ക്യാപ്പിൻ്റെ തന്നെ ഒരു ടോൺ ഡൗൺ ആയിട്ടുള്ള വേർഷനാണ്. കുറേ സാധനങ്ങൾ ഇപ്പോൾ നമ്മുടെ, അതായത് ESP ഒന്നും ഇവർ ടെസ്റ്റ് ചെയ്യാറില്ല. പിന്നെ ഗ്ലോബൽ എൻ ക്യാപ്പിൽ 6 എയർ ബാഗ്സ് ഇല്ലാത്ത വണ്ടി വരികയാണെങ്കിൽ അതിനപ്പോൾ തന്നെ അവിടെ പോയിന്റ് പോയി. അതുകൊണ്ട് തന്നെ 0 സ്റ്റാർ, 2 സ്റ്റാർ, 1 സ്റ്റാർ ഒക്കെ ആയി പോകും. ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ല. അങ്ങനെ കുറേയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ മിക്ക വണ്ടികൾക്കും 5 സ്റ്റാർ കിട്ടുന്നത്. പിന്നെ മിക്ക എല്ലാം സ്പോൺസർ ടെസ്റ്റും ആണല്ലോ. കമ്പനി
കമ്പനികൾ തന്നെ വണ്ടി കൊടുത്താണ് ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്കോർ ബോർഡിലേക്ക് വരികയാണെങ്കിൽ 32-ൽ 29.46 ആണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. ഫ്രണ്ട് ഓഫ്സെറ്റ് ഡിഫോമബിൾ ബാരിയർ ടെസ്റ്റിൽ 14.17 ആണ് 16-ൽ കിട്ടിയിരിക്കുന്നത്. സൈഡ് മൂവബിൾ ഡിഫോമബിൾ ബാരിയർ ടെസ്റ്റിൽ 15.29 കിട്ടിയിട്ടുണ്ട് 16-ൽ. എഗൈൻ ഡ്രൈവറിൻ്റെ ചെസ്റ്റിൻ്റെ പ്രൊട്ടക്ഷൻ മാർജിനിലാണ്, ബാക്കിയെല്ലാം അഡിക്വേറ്റും ഗുഡും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പാസഞ്ചർ സൈഡ് മൊത്തം നമുക്ക് അഡിക്വേറ്റും ഗുഡും പ്രൊട്ടക്ഷൻ അവൈലബിൾ ആണ്. സൈഡ് മൂവബിൾ ടെസ്റ്റിലാണെങ്കിലും ആ ഒരു 6 എയർ ബാക്സൽ മോഡൽ ഇത് സ്റ്റാൻഡേർഡ് ആണല്ലോ, അതുകൊണ്ട് തന്നെ അതിൽ ചെസ്റ്റിൻ്റെ പോർഷൻ അഡിക്വേറ്റ് ആണ്. പോൾ ടെസ്റ്റിലേക്ക് മൊത്തം പച്ചയാണ്. അതുപോലെ തന്നെ ഇനിയിപ്പം അഡൽട്ട് സേഫ്റ്റി മാറ്റി ചൈൽഡ് സേഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ അതിൽ ഈ വാഹനത്തിന് ഔട്ട് ഓഫ് 41.57 കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തന്നെയായിരിക്കും ഇത്രയും 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയത്. ഡൈനാമിക് സ്കോർ 23.57 ആണ് 24-ൽ, അത് വളരെ കൂടുതലാണ്. CRS അഗൈൻ 12-ലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ലാസ്റ്റ് വെഹിക്കിൾ അസസ്മെൻറ്റ് ബലേനോ പോലെ തന്നെ ഇതിനും 6 ആണ് ഔട്ട് ഓഫ് 13-ൽ വന്നിരിക്കുന്നത്. അവിടെ മാത്രമാണ് ഇതിന് മെയിനായിട്ട് പോയിന്റ് പോയിരിക്കുന്നത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും, അതായത് ഇപ്പം ഡൈനാമിക് ടെസ്റ്റ് ആയാലും CRS ഇൻസ്റ്റലേഷൻ ആയാലും രണ്ടിനും അത്യാവശ്യം റേറ്റിംഗ് ഉണ്ട്. ഏതായാലും പുതിയ ജനറേഷൻ ഡിസയറിൻ്റെ സേഫ്റ്റിയെ പറ്റി ഇനിയിപ്പോൾ ഞാനായിട്ട് കൂടുതലൊന്നും പറയേണ്ടി വരില്ല. ഓൾറെഡി വന്ന സമയത്ത് തന്നെ ഗ്ലോബൽ ഇൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റ് ചെയ്ത് അത്യാവശ്യം വെരിഫൈ ചെയ്തിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. ആൻഡ് റിയൽ ലൈഫ് ഇൻസിഡൻസിലാണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ടൊക്കെ പെർഫോം ചെയ്ത് വരുന്നൊരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇപ്പോൾ വരുന്ന വണ്ടികളൊക്കെ പണ്ടത്തെ പോലല്ല, അത്യാവശ്യം സേഫാണ് എന്നുള്ളത് തീർച്ചയായും നമുക്ക് പറയാവുന്നൊരു കാര്യമാണ്. ബലെനോ പിന്നെ പുതിയ ജനറേഷൻ വന്നത് തന്നെ 22-23 ആ ഒരു സമയത്താണല്ലോ. ഡിസയർ പിന്നെ 2024 ജനറേഷൻ മാറി വന്നതാണ്. ഏകദേശം ഈ സ്വിഫ്റ്റും ഇതുപോലൊക്കെ തന്നെയായിരിക്കും, അതായത് ഈ പെർട്ടിക്കുലർ ജനറേഷനുള്ള സ്വിഫ്റ്റ്. എനിവേ ഗൈസ്, നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണ് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയുക. അതുപോലെ ഭാരത് എൻക്യാപ്പിനെ പറ്റിയുള്ള അഭിപ്രായം പറയുക. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് കൂടെ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.